നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാർ മേഖലയിൽ സർക്കാർ ഭൂമിക്ക് വ്യാജ പട്ടയം നൽകിയ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൽ സത്യസന്ധനായ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തണമെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വിനോദസഞ്ചാരത്തിന് മങ്ങലേൽപ്പിച്ച് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിന്റെ നവീകരണത്തിൽ മാറ്റം. 3.5 കോടി രൂപ മുടക്കി പാലത്തിന് ഇരുവശവും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ച് നവീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കിഫ്ബിയുടെ അനുമതി കിട്ടാത്തതിനാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം 1.5 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കാൻ. നെടുങ്കണ്ടം പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ പരിചരണത്തിലുണ്ടായ വീഴ്ചയിൽ വിദ്യാർത്ഥിക്ക് സർജറി ചെയ്യേണ്ടി വന്നതായി പരാതി. ചികിത്സാ പിഴവിൽ സർജറി വേണ്ടി വന്നത് കല്ലാർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായ സന്യാസിയോട് സ്വദേശി പുത്തൻ പീടികയിൽ അബ്ദുൾ മുജീബിന്. 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളോട് അനുബന്ധിച്ച തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിൽ പ്രവേശിക്കാനെത്തിയ മനീതി വനിതാ സംഘത്തെ കട്ടപ്പനയിൽ തടഞ്ഞ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. കട്ടപ്പന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത് BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, ജയകുമാർ, SG മനോജ് തുടങ്ങിയവരെ. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ മേഖലയിൽ സർക്കാർ ഭൂമിക്ക് വ്യാജ പട്ടയം നൽകിയ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൽ സത്യസന്ധനായ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തണമെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. പ്രത്യേക സംഘത്തെ നിയമിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി 2 ആഴ്ച സമയമാണ് തേടിയിരിക്കുന്നത്. അടുത്ത തവണ വിഷയം പരിഗണിക്കുമ്പോൾ ആരൊക്കെയാണ് സംഘത്തിലുണ്ടാകുന്നതെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മൂന്നാർ മേഖലയിലെ കയ്യേറ്റത്തെക്കുറിച്ച് പഠിച്ച രാജൻ മധേക്കറുടെ റിപ്പോർട്ടിൽ കുറ്റക്കാരായ 19 റവന്യൂ ഉദ്യോഗസ്ഥരുടെ പേരുകൾ പറയുന്നുണ്ട്. ഇവർക്കെതിരെ സ്വീകരിച്ച നടപടികൾ എന്തെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം പ്രതിയായ വ്യാജ പട്ടയ കേസിൽ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോടതി നിരവധി തവണ അഭിപ്രായപ്പെട്ടതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന് സർക്കാർ അറിയിച്ചത്. നേരത്തെ കോടതി കേസിൽ CBIയെയും കക്ഷി ചേർത്തിരുന്നു. പട്ടയഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന NOC യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പാക്കാൻ QR കോഡ് അടക്കം ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. മൂന്നാർ മേഖലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന സന്നദ്ധ സംഘടനയടക്കം ഫയൽ ചെയ്ത ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. മൂന്നാർ മേഖലയിൽ 300 ഏക്കറിലധികം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന പോലുള്ള ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തെളിവില്ലാത്തതിനാലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാകാത്തതെന്ന് സർക്കാർ വിശദീകരിച്ചു. വിനോദസഞ്ചാരത്തിന് മങ്ങലേൽപ്പിച്ച് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിന്റെ നവീകരണത്തിൽ മാറ്റം. 3.5 കോടി രൂപ മുടക്കി പാലത്തിന് ഇരുവശവും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ച് നവീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കിഫ്ബിയുടെ അനുമതി കിട്ടാത്തതിനാൽ 1.5 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കുവാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലങ്ങളിലൊന്നാണ് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളിലാങ്കണ്ടത്തെ കുഴൽപ്പാലം. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി 3.5 കോടി രൂപ ഉപയോഗിച്ച നവീകരണം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ മേഖലയിലെ ടൂറിസം സാധ്യത കണക്കിലെടുത്ത പാലത്തിന് ഇരുവശത്തും പൂന്തോട്ടങ്ങളോടുകൂടിയുള്ള ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയാണ് വിഭാവനം ചെയ്തിരുന്നത്. ഈ പദ്ധതിക്കുള്ള തുകയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നതെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. നിരവധി ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നതും അതുപോലെ തന്നെ ശബരിമല സീസണിൽ ആയിരക്കണക്കിന് അയ്യപ്പന്മാരും ഒക്കെ വിശ്രമത്തിനായിരിക്കുന്ന ഈ മൺപാലം ഇപ്പോൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്ലാനുകളും മാറ്റി തകിടം മറിക്കുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. നമുക്കറിയാം വാഗമണ്ണ്, അതുപോലെ വാഗമൺ തേക്കടി, വാഗമൺ രാമക്കൽമേട്, വാഗമൺ ഇടുക്കി, അല്ലെങ്കിൽ വാഗമൺ അഞ്ചുരുളി ആ റൂട്ടിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഈ കുഴൽപ്പാലം നല്ല രീതിയിൽ അവിടെ സഞ്ചാരികൾക്ക് ഇരിപ്പിടവും അതുപോലെ തന്നെ നയനമനോഹരമായ കാഴ്ചകളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് 2 ഗ്രാമപഞ്ചായത്തുകളുടെ മന്ത്രിതലത്തിൽ പോലും ചെന്ന് നമ്മൾ സമർപ്പിച്ചത്.
പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിച്ചത് നമ്മുടെ മാക്സിമം വാട്ടർ ലെവൽ കൊണ്ട് കെട്ടി നിർത്തിയിട്ട് രണ്ട് സൈഡിലും മണ്ണിട്ട് നിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വന്നാൽ തന്നെ ഈ മണ്ണെല്ലാം ഒലിച്ച് വീണ്ടും ഈ ഡാമിലേക്ക് ചാടുകയും ആ റോഡ് താറുമാറാകും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എത്ര കാര്യക്ഷമമായി തന്നെ നല്ല ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ ഏറ്റവും മനോഹരമാകുന്ന ഒരു ഇടത്താവളമായി മാറാവുന്ന ആണ് ഈ അധികൃതരുടെ അനാസ്ഥത മൂലം നശിക്കാൻ പോകും. മണ്ണൊലിപ്പുണ്ടാകുകയും പലതവണ ടാറിങ്ങിനരികിൽ കുഴികൾ രൂപപ്പെടുകയും ചെയ്തപ്പോൾ ടാറിംഗ് ഉൾപ്പെടെ 18.5 മീറ്ററായി വീതി കൂട്ടുവാനാണ് തീരുമാനിച്ചത്. റോഡിനൊപ്പം കൽക്കെട്ടുയർത്തി ബലപ്പെടുത്തുവാനും നിശ്ചയിച്ചിരുന്നു. എന്നാൽ കിഫ്ബി അനുമതി നൽകാത്തതിനാൽ ഇടുക്കി പദ്ധതി ക്യാച്ച്മെന്റ് ഏരിയയുടെ പരമാവധി ജലനിരപ്പിനൊപ്പം മാത്രമാണ് കൽക്കെട്ട് നിർമ്മിക്കുന്നത്. ബാക്കി ഭാഗം മണ്ണുപയോഗിച്ച് ബലപ്പെടുത്തുവാനാണ് നീക്കം. 18.5 മീറ്റർ വീതി എന്നുള്ളത് 12.5 മീറ്ററാക്കി കുറച്ചിട്ടുമുണ്ട്. ഈ രീതിയിൽ നിർമ്മാണം തുടർന്നാൽ ശക്തമായ മഴയിൽ മണ്ണൊലിപ്പുണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ സംയുക്തമായി പാലം നവീകരണവും സൗന്ദര്യവൽക്കരണവും ലക്ഷ്യമിട്ട് സർക്കാരിനെ സമീപിച്ചതിനെ തുടർന്നാണ് 3.5 കോടിയോളം രൂപയുടെ പദ്ധതി അന്ന് തയ്യാറാക്കിയതെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. 2 പഞ്ചായത്ത് അയ്യപ്പൻകോവിലിനെയും കാഞ്ചിയാർ പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇതിന് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വികസനമുള്ള ഒരു പ്രദേശമാണിത്. 2 പഞ്ചായത്തുകളും കമ്മിറ്റിയുടെ തീരുമാനമൊക്കെ എടുത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിയും ജലസേചന വകുപ്പ് മന്ത്രിയും ഒക്കെ കണ്ട് ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ബെഞ്ചൊക്കെ ഇട്ട് 4 മണിക്കാറ്റ് കൊള്ളുന്നതിന് വേണ്ടിയുള്ള സൗകര്യമൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഇരുവശങ്ങളിലൂടെ നടപ്പാതയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി 2 പഞ്ചായത്തിനും കൂടി ഇതിന് വേണ്ടി ശ്രമിച്ചതുമാണ് കൊണ്ടുകൊടുത്ത് അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ പണിയുടെ പുരോഗതിയുടെ ഭാഗമായിട്ട് ടൂറിസം മേഖലയ്ക്ക് മങ്ങലേറ്റ രീതിയിലാണ്. എന്നാൽ അതേ രീതിയിലല്ല, പഴയ അവസ്ഥയിൽ തന്നെയാണ് ഇതിൻ്റെ പണി നടത്തുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം പദ്ധതിയിൽ മാറ്റം വരുത്തിയ വിവരം ഇരു പഞ്ചായത്തുകളെയും അധികൃതർ അറിയിച്ചിട്ടില്ല. ടൂറിസം സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഈ തീരുമാനം പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുമെന്ന് ഇരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും വ്യക്തമാക്കി. നെടുങ്കണ്ടം പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ പരിചരണത്തിലുണ്ടായ വീഴ്ചയിൽ വിദ്യാർത്ഥിക്ക് സർജറി ചെയ്യേണ്ടി വന്നതായി പരാതി. കല്ലാർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായ സന്യാസിയോട് സ്വദേശി പുത്തൻ പീടികയിൽ അബ്ദുൾ മുജീബിനാണ് ചികിത്സാ പിഴവിൽ സർജറി വേണ്ടി വന്നത്. പനിക്ക് ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിയതാണ് പിന്നീട് പഴുത്തത്. നിലവിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥി. കഴിഞ്ഞ 5-ാം തീയതിയാണ് 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അബ്ദുൾ മുജീബിന് സ്കൂളിൽ വെച്ച് കഠിനമായ പനി ബാധിച്ചത്. ഉടൻ തന്നെ സ്കൂളിന് സമീപമുള്ള ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി. ചികിത്സയുടെ ഭാഗമായി ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നേരാവണ്ണം പരിചരിക്കാത്തതിനെ തുടർന്ന് ഇഞ്ചക്ഷൻ എടുത്ത ഭാഗം പഴുക്കുകയും തുടർന്ന് ഇതേ ആശുപത്രിയിൽ തന്നെ 10-ാം തീയതി ചികിത്സയ്ക്കായി ചെല്ലുകയും ചെയ്തു. ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ഒരുപാട് രോഗികൾ വരുന്ന ആശുപത്രിയാണിതെന്നും ഇതിൽ കൂടുതലായി ഒന്നും തങ്ങളെ കൊണ്ട് പരിചരിക്കാൻ കഴിയില്ലെന്നുമാണ് മറുപടി ലഭിച്ചതെന്ന് കുട്ടിയുടെ പിതാവ് അബ്ദുൾ നജീം പറഞ്ഞു. സ്കൂളിൽ ചെന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പനി കണ്ടമാനമായി തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്റർ മുതിർന്ന ഹെൽത്ത് സെൻ്ററിൽ ചെന്നു. അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ട്രിപ്പൊക്കെ ഇട്ടിരിക്കുക. ഇഞ്ചക്ഷൻ എടുത്തിട്ട് സിസ്റ്റർ ഒന്ന് തിരിഞ്ഞു കിട്ടില്ല. മരുന്നെല്ലാം കൂടെ കെട്ടി നിന്ന് സ്പ്രെഡായിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അതികഠിനമായ വേദന. 2 ദിവസം കഴിഞ്ഞ് 5-ാം തീയതി പോന്നു. 10-ാം തീയതി വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നു. ഡോക്ടറെ അടുത്ത് ചെന്ന് വീണ്ടും പറഞ്ഞു എന്നെ പോലെ കല്ലിച്ച് കിടക്കുകയാണ്, മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആകെ വേദനയാണെന്ന് പറഞ്ഞിട്ട് കൂടി അവിടെ ഒന്നും നോക്കാതെ വേറെ എന്തോ 1-2 മരുന്ന് കുറിച്ച് തന്നു. അതിനുശേഷം പോരുകയും ചെയ്തു. പിറ്റേന്ന് ഭയങ്കരമായ വേദനയും പഴുത്തിട്ടുണ്ടെന്ന് തോന്നി. കാരണം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കട്ടപ്പന ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി. സർജൻ ഓപ്പറേറ്റ് ചെയ്ത് പഴുപ്പെല്ലാം നീക്കം ചെയ്തിട്ട് ഇപ്പം 3 ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റാണ്. ആ അവസ്ഥയിൽ അതികഠിനമായ വേദന ഈ 6-7 ദിവസമായിട്ട് അനുഭവിച്ച് കിടക്കുക. സ്കൂളിലെ പഠനം പോയി. അങ്ങനെ ആ അവസ്ഥയിൽ ഇവിടെ ഇപ്പോൾ കിടക്കുകയാണ്. തുടർന്ന് കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സർജറി ചെയ്ത് പഴുപ്പ് നീക്കം ചെയ്യുകയുമായിരുന്നു. 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിന് സമീപമാണ് പട്ടം കോളനി പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള കൃത്യവിലോപം കൂടുതൽ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കാൻ ഇടയാക്കും. സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം DMOയ്ക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളോട് അനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിൽ പ്രവേശിക്കാനെത്തിയ മനിതി വനിതാ സംഘത്തെ കട്ടപ്പനയിൽ തടഞ്ഞ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, J. ജയകുമാർ, SG മനോജ് തുടങ്ങിയവരെയാണ് കട്ടപ്പന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത്.
സംഘത്തിന് എസ്കോർട്ട് പോയ പോലീസ് വാഹനം കട്ടപ്പന പാറക്കടവിൽ 22/12/2018 പ്രതികൾ തടയുകയും പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തെന്നാരോപിച്ചാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. 2019 ജനുവരി 15-ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത പീരുമേട് സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യം അനുവദിച്ചു. ഇരു വിഭാഗങ്ങളുടെയും വാദം വിശദമായി കേട്ടതിനു ശേഷം പ്രതികൾ കുറ്റക്കാർ അല്ലെന്ന് കണ്ടെത്തിയ കോടതി നിരുപാധികം വിട്ടയക്കുകയായിരുന്നു. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് ജി.ബി. സെബാസ്റ്റ്യനും അഡ്വക്കേറ്റ് അന്നലക്ഷ്മിയും ഹാജരായി. ചെറുതോണി പൈനാവിൽ ഭാര്യാമാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിൽ. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോഡിമെട്ടിൽ നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പൈനാവിൽ 2 വീടുകൾക്കും പ്രതി തീയിട്ടിരുന്നു. കൃത്യം നിർവഹിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. പൈനാവ് 56 കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന 2 വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ ജിൻസ് എന്നിവരുടെ വീടുകളാണ് പ്രതി കത്തിച്ചത്. തീയിട്ടത് അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് സന്തോഷാണെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. അന്നക്കുട്ടിയുടെയും പേരക്കുട്ടിയുടെയും ദേഹത്ത് ദിവസങ്ങൾക്ക് മുമ്പ് സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അന്നക്കുട്ടിയും പേരക്കുട്ടിയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീടുകളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ജിൻസിന്റെ വീടിന് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. ജിൻസിന്റേത് വാടക വീടാണ്. തീ പടരുന്നത് കണ്ട് നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. പെട്രോളിൽ മുക്കിയ പന്തം വീടിനുള്ളിലേക്ക് എറിഞ്ഞാണ് തീ കൊളുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ നിന്നും രക്ഷപ്പെട്ട സന്തോഷ് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. പ്രതിയെ ഇടുക്കിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തിയ അധ്യാപികയെ DEO ഭീഷണിപ്പെടുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തതായി പരാതി. ഇതേ തുടർന്ന് ഹൃദ്രോഗിയായ അധ്യാപിക കുഴഞ്ഞു വീണു. കട്ടപ്പന വലിയ തോവള ക്രിസ്തുരാജ ഹൈസ്കൂളിലെ സംസ്കൃതം അധ്യാപിക ശ്രീലക്ഷ്മിയാണ് തന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന DEO ഓഫീസിൽ എത്തിയത്. തുടർന്ന് DEOയെ കാണുകയും ചെയ്തു. എന്നാൽ അധ്യാപികയെ DEO മണികണ്ഠൻ അതിരൂക്ഷമായി ശകാരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് പരാതി. തന്റെ ഓഫീസിൽ കയറിയാൽ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയിലുണ്ട്. ഹൃദ്രോഗിയായ താൻ ഓഫീസിൽ കുഴഞ്ഞു വീണതായും അധ്യാപികയായ ശ്രീലക്ഷ്മി പറയുന്നു. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും തരാതെ എന്നോട് വളരെ മോശമായിട്ടാണ് DO സാറ് സംസാരിച്ചത്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ 2-3 തവണ സാറ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാറ് എനിക്ക് വയ്യാത്തതാണ്, ടെൻഷനൊന്നും അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ സാർ അതൊന്നും ചെവിക്കൊണ്ടില്ല. സാറ് വളരെ മോശമായിട്ട്, നീ ആരാടി ഇതൊക്കെ അന്വേഷിക്കാൻ വരെ, നിന്നെ ആരാ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതിനൊക്കെയുള്ള പരിഹാരം കാണാൻ എനിക്കറിയാം, നീ ഒന്നും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഇപ്പം തന്നെ ഇതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കും, നീ അങ്ങോട്ട് മാറിയിരിക്കും, നിൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കണം വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി ഡെസ്കയിൽ അടിച്ചുകൊണ്ട് ഭയങ്കര ആക്രോശിച്ചുകൊണ്ട് ഇരിക്കടി അവിടെ എന്നും പറഞ്ഞ് എന്നെ ഇരുത്തുകയും എനിക്ക് പെട്ടെന്ന് തല കറങ്ങുകയും പുള്ളി എന്തിനാ എഴുന്നേറ്റെന്ന് പോലും എനിക്ക് സംശയമായിപ്പോയി. ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എന്നെ അവിടെ ബലമായിട്ട് പിടിച്ചിരുത്തുകയായിരുന്നു പുള്ളി. അതിനുശേഷം എന്നോട് നീ ഇവിടെ ഇരിക്കും, നിൻ്റെ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് മേലാൽ ഇനി ഓഫീസിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ കാല് തല്ലി ഒടിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട് മനുഷ്യത്വപരമില്ലാതെയാണ് എന്നോട് പെരുമാറിയത്. ചാടി എഴുന്നേറ്റ് വിരലും ചൂണ്ടി എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാ വന്നതെന്ന് പോലും എനിക്ക് പേടിയായിപ്പോയി. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇറങ്ങി പോരാൻ, ഒരു ഗുഡ്സ് പോലത്തെ ഒരു റൂമായതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോരാനും സാധിച്ചില്ല. പെട്ടെന്ന് എനിക്ക് തല കറങ്ങി ഞാൻ ബോധം കെട്ട് വീഴുമായിരുന്നു. അത് കഴിഞ്ഞ് ഓഫീസ് സ്റ്റാഫിനും ആരെയൊക്കെ വിളിച്ച് എന്നെ അവിടുന്ന് മാറ്റാൻ പറയുകയായിരുന്നു. ഓഫീസിലെ മറ്റു ജീവനക്കാരെത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത്. തുടർന്ന് അധ്യാപികയെ കോട്ടയം പാലായിലുള്ള വീട്ടിലേക്ക് അയച്ചു. യാത്രാമധ്യേ പൊൻകുന്നത്ത് വെച്ച് വീണ്ടും ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാവുകയും പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിനു മുമ്പും പലതവണ അധ്യാപികമാരോട് DEO മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. DEOയ്ക്കെതിരെ പല പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും എടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും അധ്യാപകർ പറയുന്നു. ഹൃദ്രോഗി കൂടിയായ അധ്യാപികയ്ക്ക് യാതൊരുവിധ മാനുഷിക പരിഗണനയും നൽകാത്ത DEOയുടെ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. സംഭവത്തിൽ പോലീസ്, വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതിയും നൽകി. വണ്ടിപ്പെരിയാർ കക്കിക്കവലിയിൽ നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടത്തിൽ ഡൈമുക്ക് സ്വദേശികളായ 3 പേർക്ക് പരിക്കേറ്റു. നെല്ലിമലയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ടാറ്റ സുമോ വണ്ടിപ്പെരിയാറിൽ നിന്നും ഡൈമുക്കിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിയന്ത്രണം വിട്ട ടാറ്റ സുമോ കക്കിക്കവലയിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി കടയിലേക്ക് ഇടിച്ചു കയറി. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഡൈമുക്ക് സ്വദേശികളായ സുരേഷ്, പ്രിയ, മനോജ് എന്നിവർക്ക് പരിക്കേറ്റു.
ഇവരോടൊപ്പം 5 വയസ്സ് പ്രായമുള്ള കുട്ടിയും ഉണ്ടായിരുന്നെങ്കിലും കുട്ടി പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് അപകടത്തിൽ പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇവരെ തിനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപൊലിത്തയുടെ 40ാം ഓർമ്മദിനവും അനുസ്മരണ സമ്മേളനവും കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ചിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനായിരുന്ന കാലംചിത മോർ ആൻഡ് മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപൊലിത്തയുടെ 40ാം ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനെ ലോകത്തിലെല്ലായിടത്തും അറിയപ്പെടുന്ന സഭയാക്കിയ ശേഷമാണ് മെത്രോപൊലിത്ത കാലം ചെയ്തത്. അദ്ദേഹത്തെ ലോകത്താർക്കും മറക്കാൻ കഴിയില്ലെന്ന സമ്മേളനത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനത്തിന് മുമ്പായി സഭാവിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടന്നു. അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠ മെത്രോപൊലിത്ത ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തിരുന്ന ഓരോ കർത്തവ്യങ്ങളും കടമകളും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ എത്രയും ഏത് നിലയിൽ എത്തിക്കാമോ ആ നിലയിൽ എത്തിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ മുൻനിരയിൽ എത്തിക്കുവാൻ ഏറ്റവും ആത്മാർത്ഥമായി നമ്മുടെ ഈ കട്ടപ്പനയിലേക്ക് കടന്നു വന്നതായിരുന്നു നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ മെത്രാപൊലിത്ത. യോഗത്തിൽ ഫാദർ മനോജ് ചാക്കോ അധ്യക്ഷനായിരുന്നു. വെള്ളയാംകുടി മാർത്തോമ ഇടവക വികാരി ഫാദർ വിപിൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ ജോയി ആനത്തോട്ടം, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, ഫാദർ യോഹന്നാൻ ടി, ഫാദർ അൻലുസി മാത്യു എന്നിവർ മെത്രാപൊലിത്തയെ അനുസ്മരിച്ചു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് 6ാം മൈൽ 50ാം മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ ഈ വേനൽക്കാലത്തും പൂർത്തീകരിച്ചില്ല. ഇതോടെ ഈ മഴക്കാലത്തെങ്കിലും ടാറിംഗ് റോഡിലൂടെ യാത്ര ചെയ്യാമെന്ന പ്രദേശവാസികളുടെ പ്രതീക്ഷയും അസ്തമിച്ചു. നിർമ്മാണം ആരംഭിച്ച് 2 വർഷങ്ങൾ പിന്നിട്ടിട്ടും കുറച്ചു കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. 2018 പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് 6ാം മൈൽ 50ാം മൈൽ റോഡ് തകർന്നത്. 2019 കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായി. നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ആരും പണിയുന്നില്ല, ചെയ്യുന്നില്ല. ഇവരിത് എങ്ങനെ ഇട്ട് പോയി? ഇപ്പോൾ ഇനി 2-3 വണ്ടി ടൂറിസ്റ്റ് വണ്ടികൾ അത് വന്നു കഴിഞ്ഞാൽ മൊത്തം കല്ല് കമ്പിട്ട് പറഞ്ഞു പോരും. ഇനി മഴ വന്നു കഴിഞ്ഞാൽ കമ്പിട്ട് ഒഴുകി എല്ലാം പോകും. ഈ റോഡ് അതിനുമ്പ് തീർത്താലേ കാര്യം നടക്കില്ല. അല്ലെങ്കിൽ ഈ റോഡിൽ മൊത്തം കമ്പിട്ട് പോകും, എല്ലാം ഒഴുകിയാകും. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ഒക്കെ ചെയ്തു. ചില കലുങ്കുകളുടെ നിർമ്മാണവും നടത്തി. എന്നാൽ ടാറിംഗ് നടത്താത്തതിനാൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ള ജോലികൾ പാഴ്വേലയാകുമെന്ന് നാട്ടുകാർ പറയുന്നു. മഴ ആരംഭിച്ചതോടെ മെറ്റലും മണ്ണുമെല്ലാം ഒഴുകി റോഡ് വീണ്ടും പഴയ പടിയാകുമെന്നാണ് വാദം. പിന്നെ റോഡ് കുത്തിപ്പൊളിഞ്ഞ് കുറേ പോയി. അതിനുശേഷം ബാക്കിയുള്ള റോഡ് കോൺക്രീറ്റ് കുത്തിപ്പൊളിച്ച് 2 വർഷമായി പണി തുടങ്ങിയിട്ട്. ഇതുവരെയായിരുന്നു ടാറിംഗ് നടന്നിട്ടില്ല. കഴിഞ്ഞ വർഷകാലത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കുകയും പിന്നീട് റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോകുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. പക്ഷേ കഴിഞ്ഞ 4 വർഷത്തിലധികമായി പറഞ്ഞറിയിക്കാനാകാത്ത വിധം പ്രദേശവാസികൾ യാത്രാക്ലേശം അനുഭവിക്കുകയാണ്. അടുത്ത മഴക്കാലം ശക്തമായിട്ട് വരുന്നൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പ് ഇത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ആകണം എന്നുള്ള രീതിയിൽ ചെയ്തു തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളതും അപേക്ഷിക്കാനുള്ളതും. പ്രദേശത്തെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആളുകളടക്കം പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത് ഈ റോഡിലൂടെയാണ്. ചിക്കണാംകുടി സർക്കാർ LP സ്കൂളിലേക്കുള്ള വഴിയും ഇത് തന്നെ. ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയും പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ്. ഈ റോഡാണ് ഇങ്ങനെ നിർമ്മാണ പൂർത്തീകരണം കാത്തുകിടക്കുന്നത്. 6 മൈൽ 50 മൈൽ റോഡ് വർഷങ്ങളായി പണി തുടങ്ങിയെങ്കിലും ഇതുവരെയായിട്ടും ജനത്തിന് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അധികാരികളുടെ അടുത്തും രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തും ഞങ്ങൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി നിരന്തരമായ പരാതികൾ കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇത്രയും ചെയ്തു എങ്കിൽ പോലും ഇനി ഈ വലിയ മഴക്കാലമാകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ ടാർ ചെയ്തില്ലെങ്കിൽ ഈ റോഡ് പഴയതിനേക്കാളും ഭയങ്കര ശോചനാവസ്ഥയിലായി പോകുന്ന അവസ്ഥയാണ്. ഒന്നുമില്ലാത്രയും കാശ് മുടക്കി വെള്ളത്തിൽ പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വലിയ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ടാറിങ് ചെയ്ത് ജനത്തിന് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൂടി ആക്കി തരണമെന്ന് ഞങ്ങൾ. റോഡ് തകർന്നതോടെ ഇതുവഴി ഉണ്ടായിരുന്ന ബസ് സർവീസുകൾ നിലച്ചു. ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രതിസന്ധി നേരിടുന്നു. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ കടന്നുവരാൻ മടിക്കുന്നതിനാൽ ആളുകൾ വലിയ തുക നൽകി ടാക്സി വിളിച്ച് യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണിപ്പോൾ. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ നിർമ്മാണം നടത്തിയിട്ടുള്ള റോഡ് മഴയത്ത് ഒലിച്ചു പോകും.
ഇതോടെ പ്രദേശവാസികളുടെ യാത്രാക്ലേശം ഇരട്ടിയാകും. കാഞ്ചിയാർ ലബ്ബക്കടയിൽ പുരയിടത്തിലേക്ക് സ്വകാര്യ വ്യക്തി മൺതിട്ട ഇടിച്ചിട്ടതായി പരാതി. ചേരോലിക്കൽ ചാക്കോച്ചന്റെ പുരയിടത്തിലേക്കാണ് സ്വകാര്യ വ്യക്തി മനഃപൂർവ്വം മണ്ണിടിച്ചിട്ടതായി പരാതി ഉയർന്നിരിക്കുന്നത്. ചാക്കോച്ചന്റെ സ്ഥലത്തിനോട് ചേർന്ന് മറ്റൊരു സ്ഥലം പാട്ടത്തിനെടുത്ത വ്യക്തിയുമായി അതിരുതർക്കം നിലനിന്നിരുന്നു. ഈ വൈരാഗ്യം തീർക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ അതിരിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്കിൽ നിന്നും മണിക്കൂറുകളോളം വെള്ളം തുറന്നുവിട്ട് മൺതിട്ട ഇടിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരനായ ചേരോലിക്കൽ ചാക്കോച്ചൻ പറയുന്നു. ഈ സ്ഥലം മേടിക്കുമ്പോൾ തൊട്ടേ പ്രശ്നമാണ്. നമ്മുടെ അതിരുകല്ല് പറിച്ച് മാറ്റി വേറൊരു കല്ല് പറിച്ച് അത് കൊണ്ടുപോയി, സർവ്വക്കല്ല് പറിച്ച് കൊണ്ടുപോയി. അപ്പം ഈ അതിരുകാരനാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം വേറെ ഒരാളോട് നമുക്ക് പറയാനും പറ്റിയാൽ വേറെ ആൾ ഒന്നും ചെയ്യാല്ല. അതിരുകാരനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത നാൾ തന്നെ ഇത് അളന്ന് കറക്റ്റ് ചെയ്തിട്ടതാണ്. ഇപ്പോഴും നമുക്ക് ഈ അതിര് പ്രശ്നമാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി വെള്ളം ഒഴിച്ച് യാറ് നിറച്ച് നമ്മുടെ ഈ സൈഡ് വെള്ളം വീണ് ഇവിടെ ഇടിഞ്ഞു പോയിരിക്കുന്നു. ഇത് മനപ്പുറം ചെയ്താണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. അവരറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അവരല്ല ഇതെന്നും പറയുന്നത്. അത് നമുക്ക് ഈ മണ്ണെടുത്ത് മാറ്റണം. നമ്മളെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനകത്ത് പാത്രമുണ്ട്, യാറുണ്ട്, വിറകുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഭിത്തിയിലാണ് ഇത് നിൽക്കുന്നത്, മണ്ണ് വന്ന്. നമ്മുടെ പരിക്ക് തന്നെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഇപ്പം വെളിയിലാണ്. ഈ പണിപ്പിക്കുന്ന ആളുണ്ട് ഇവിടെ, എൻ്റെ കാർന്നവരുണ്ട്. അത് പരപ്പയിലാണ് താമസിക്കുന്നത്. അവരോട് പറഞ്ഞപ്പോൾ അവർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ വെള്ളം വീണല്ല ഇത് പോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. വലിയ രീതിയിൽ മൺതിട്ട ഇടിഞ്ഞതോടെ ചാക്കോച്ചന്റെ വീടിനോട് ചേർന്ന ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട്. മണ്ണ് മാറ്റുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഇതിന് തയ്യാറല്ലെന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത വ്യക്തി പറഞ്ഞതായും ചാക്കോച്ചൻ പറയുന്നു. സംഭവം സംബന്ധിച്ച് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമെന്ന് ചാക്കോച്ചൻ പറഞ്ഞു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല കൺവെൻഷൻ ഉപ്പുതറയിൽ നടന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പി.കെ. സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് തല കൺവെൻഷൻ ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. ഹിന്ദു സമൂഹം നേരിടുന്ന കടുത്ത വെല്ലുവിളിയെക്കുറിച്ചും ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെപ്പറ്റിയും കൺവെൻഷനിൽ ക്ലാസ് നടന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പി.കെ. സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന സാമുദായിക സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത്. നമുക്കറിയാം, നിരവധി സംഘടനകൾ നമ്മുടെ നാടുകളിലുണ്ട്. SNDP ഉണ്ട്, NSS ഉണ്ട്, വിശ്വകർമ്മ സഭയുണ്ട്, KPMS ഉണ്ട്. അങ്ങനെ നിരവധി ഹിന്ദു സംഘടനകളുണ്ട്. ഈ സംഘടനയെല്ലാം സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ചുമതലയാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ ഈ സംഘടനയുടെ ഉദ്ദേശം. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷൻ PG ജയകൃഷ്ണൻ, താലൂക്ക് പ്രസിഡന്റ് B മുരളീധരൻ, വൈസ് പ്രസിഡന്റ് രാജു കാക്കത്തോട്, MN മധുസൂദനൻ, MA അനിൽ, പ്രതിഭ പ്രശാന്ത്, ലക്ഷ്മി രാജു, TK രാജു എന്നിവർ സംസാരിച്ചു. കാമാക്ഷി SNDP ശാഖായോഗത്തിൽ ബാലവേദി പ്രവേശനോത്സവം നടന്നു. ഗുരുസ്പർശം 2024 എന്ന പേരിൽ നടത്തിയ പരിപാടി മലനാട് SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A. സോമൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മത്തിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെയാണ് SNDP ശാഖായോഗങ്ങളിൽ ബാലവേദി പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികൾക്ക് ബാലവേദി ക്ലാസുകൾ നടത്തുന്നത്. പാറക്കടവ് കാമാക്ഷി 1558 നമ്പർ ശാഖായോഗ മന്ദിരത്തിൽ വെച്ച ഗുരുസ്പർശം 2024 എന്ന പേരിൽ നടത്തിയ ബാലവേദി പ്രവേശനോത്സവം മലനാട് SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A. സോമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്. ഗുരുവിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ആ ഒരു ചൈതന്യത്തെ തിരിച്ചറിയുവാൻ വേണ്ടി സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചു എന്നതാണ്. നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു ചൈതന്യമായിട്ടുണ്ടാവും. നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഗുരുവിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ഇതെല്ലാം നമ്മുടെ ആ ഒരു ഉപബോധ മനസ്സിൽ ഇത് ഇങ്ങനെ കിടന്നിട്ട് നാളുകളിൽ അത് വരുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, പ്രതിസന്ധി എന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതിന് താങ്ങായും തണലായും വരുവാൻ ഇവിടെ നിന്ന് പഠിച്ച ഈ ദർശനങ്ങൾക്ക്, ശ്രീനാരായണ ദർശനങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാഖായോഗം പ്രസിഡന്റ് VB സോജു ശാന്തിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി KS പ്രസാദ്, ക്ഷേത്രം മേൽശാന്തി പ്രതീഷ് ശാന്തി, വൈസ് പ്രസിഡന്റ് സുരേഷ് K, ദേവിക വിജയൻ, അനന്തകൃഷ്ണൻ, അമ്പിളി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
SNDP യോഗം കട്ടപ്പന നോർത്ത് ശാഖയിൽ ബാലവേദി കുട്ടികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എസ് സോമൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സർവ്വമനുഷ്യരെയും തുല്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക, സഹായ മനോഭാവമുള്ളവരായി സമൂഹത്തിൽ ജീവിക്കുക തുടങ്ങിയ ഗുരുദർശനങ്ങളെ നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്. ഗുരുവിന്റെ പാഠങ്ങൾ ചെറുപ്രായത്തിലെ ഉൾക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ ബാലവേദികൾ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നു. SNDP യോഗം 4564 നമ്പർ കട്ടപ്പന നോർത്ത് ശാഖ ബാലവേദിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എസ് സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈശ്വരനെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും വ്യത്യസ്തമായ ചിന്താഗതികൾ ഉള്ള ആളുകളൊക്കെയാണ്. പക്ഷേ നമ്മുടെ ലോകത്ത് പല രീതിയിലുള്ള പഠനങ്ങളുമുണ്ട്, മതപഠനങ്ങളുണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എല്ലാ മനുഷ്യനെയും ഒന്നായി കണ്ടുകൊണ്ട് അവനെ നന്മയിലേക്ക് നയിക്കുവാൻ അവിടെ ജാതിയില്ല, മതമില്ല, വർഗവ്യത്യാസങ്ങളില്ലാതെ ദൈവമേ കാത്തുകൊള്ളുമെന്ന് നമ്മളോട് പ്രാർത്ഥിച്ചു. ഒരു വിശ്വപ്രാർത്ഥനയിലൂടെ ആ തലത്തിലേക്ക് ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാൻ, അതിലേക്ക് പ്രാപ്തമാക്കുവാൻ, അതിലേക്ക് പഠിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ദർശനം എന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനം മാത്രമാണ്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം സ്വീകരിച്ചു. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. 80ഓളം കുട്ടികൾ ബാലവേദിയിൽ പ്രവേശനം നേടി. ശാഖാ പ്രസിഡന്റ് ജോഷി കുട്ടട, വൈസ് പ്രസിഡന്റ് KS രാജീവ്, സെക്രട്ടറി മനോജ് പതാലിൽ, വനിതാ സംഘം സെക്രട്ടറി സിന്ധു സുരേഷ്, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി VB ജോബി, കുമാരി സംഘം സെക്രട്ടറി ആവണി പ്രമോദ്, CS അജേഷ്, ശ്രീനിവാസൻ ഇടക്കൊത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വലിയപാറ പച്ചുടി ശ്രീധരൻ കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെയും വാർഷിക പൊതുയോഗം നടന്നു. മലനാട് SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എസ് സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചുതോവാള SNDP ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് 14ാമത് വാർഷിക പൊതുയോഗം നടന്നത്. വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമാരനാശാൻ സ്മൃതി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി ചണ്ടാല ഭിക്ഷുകിയും ദുരവസ്ഥയും എന്ന കൃതി ആസ്പദമാക്കിയുള്ള നൃത്ത മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയവരെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. മലനാട് SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എസ് സോമൻ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിനെ ആ തരത്തിലേക്ക് കാണുവാനും പഠിക്കുവാനും ഇപ്പം നമുക്കിവിടെ കിട്ടിയ അവാർഡുകൾ ലഭിച്ച ധാരാളം കുട്ടികൾ ഇവിടെ വാങ്ങിക്കുകയുണ്ടായി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ പഠിപ്പിച്ച ഗുരുവിൻ്റെ മക്കളാണ് നമ്മൾ. ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി വളരെ കൃത്യമായി നമുക്കറിയാം. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു. അതാണ് ഗുരുവിന് മറ്റിതര ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി കാണുന്നത്. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമെന്റോ കൈമാറി. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതയിൽ അധ്യക്ഷനായിരുന്നു. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശാഖായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. PG സുധാകരൻ, നിശാന്ത് ശാന്തി, ശശികുമാർ മുളയാനിക്കൽ, സോമൻ പരുത്തിപ്പാറ, രാജു തേവറകുന്നേൽ, രഞ്ജിനി സജീവ്, ആശ അനീഷ്, സോമൻ TD തുടങ്ങിയവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെ പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പാറത്തോട് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം കേരള ബാങ്ക് ഡയറക്ടർ KV ശശി ഉദ്ഘാടനം ചെയ്തു. കൊന്നത്തടി പഞ്ചായത്തിൽ 6 പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന പാറത്തോട് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ കുട്ടികളിൽ 2023-24 അധ്യയന വർഷം SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച 54 കുട്ടികളെയാണ് അനുമോദിച്ചത്. ചടങ്ങിനോടൊപ്പം ബാങ്കിന്റെ പരിധിയിൽ വരുന്ന പ്രൈമറി സ്കൂളുകളിലെ അർഹരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പാറത്തോട് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കേരള ബാങ്ക് ഡയറക്ടർ KV ശശി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്തെല്ലാം പ്രചാരവേല വന്നാൽ സഹകരണ മേഖലയെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ കുടുംബശ്രീ യൂണിയനിലെ ചെറിയ ചെറിയ നാണയത്തുട്ടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളുമാണ് കേരളത്തിന്റെ സഹകരണ മേഖലയുടെ നിലനിൽപ്പ്. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഈ നിലയിൽ ഉയർന്ന് മെച്ചപ്പെട്ട തരത്തിലേക്ക് കൃഷിക്കാരനെ സഹായിക്കാൻ കഴിയുന്ന
അതുപോലെ തന്നെ മറ്റു മേഖലകളെല്ലാം സഹായിക്കാൻ കഴിയുന്ന, അവഗണിച്ചുകൂടാൻ കഴിയാത്ത ഒരു മേഖലയായി സഹകരണ മേഖല മാറിയിട്ടുണ്ട്. തുടർന്ന് കുട്ടികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി. ബാങ്ക് പ്രസിഡന്റ് MN വിജയൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി TC രാജശേഖരൻ നായർ, കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR അനീഷ്, ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ UK ബിജു, UTKC സഹകരണ സംഘം പ്രസിഡന്റ് NV ബേബി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മൽക്ക, സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ഡയറക്ടർ ഷാജി കാഞ്ഞമല തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. ഉപ്പുതറ വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ലിറ്റി ഒപ്റ്റിക്കൽസും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. ഉപ്പുതറ വികാസ് ഭവനിൽ വെച്ചാണ് സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടന്നത്. ഉപ്പുതറ ലിറ്റി ഒപ്റ്റിക്കൽസിന്റെയും വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും കാലടി ശ്രീ ഭവാനി ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പിന്റെ സേവനം 1 മണിവരെ ലഭ്യമായിരുന്നു. പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കി. ഉപ്പുതറ ലിറ്റി ഒപ്റ്റിക്കൽസിൻ്റെയും വികാസ് സോഷ്യൽ സർവീസിൻ്റെയും ആഭിമുഖ്യത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഏകദേശം 100ഓളം പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് സൗജന്യമായി ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുന്നതാണ്. എന്നാതെ കണ്ണടകൾ ആവശ്യമുള്ളവർക്ക് മിതമായ തിരക്കിൽ കണ്ണടകളും, മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് മരുന്നുകൾ സൗജന്യമായി നൽകുന്നതായിരിക്കുന്നുണ്ട്. കണ്ണ് പരിശോധിച്ച് ആവശ്യമുള്ളവർക്ക് തിമിര ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള സൗകര്യവും സൗജന്യമായി മരുന്നുകളും, കണ്ണട ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ കണ്ണടയും ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. ക്യാമ്പിന്റെ സേവനം നിരവധി ആളുകൾ പ്രയോജനപ്പെടുത്തി. ഇടുക്കിയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഒരു കഥ പറയും നേരമെന്ന കുടുംബ ചിത്രം തിയേറ്ററുകളിലെത്തി. റിയാസ് സിദ്ദിഖ് സംവിധാനവും നായിക വേഷവും ചെയ്ത പടത്തിന്റെ ചിത്രീകരണം വാഗമൺ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലാണ് നടന്നത്. കോവാലിനെ കണ്ട കൂട്ടിക്കൊണ്ട് പോണോ? ശരി ശരി. അഴി നിറച്ച് വായി നോക്കികളാ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ വിളിക്കാൻ കോവലിനെ വിടണ്ടാന്ന്. ഫ്രണ്ട്സ് എല്ലാരും ചോദിക്കുന്നു ഇവൻ എന്റെ ബോഡി ഗാർഡ് ആണോന്ന്. ഒരു കഥ പറയും നേരമെന്ന ചലച്ചിത്രം കേരളത്തിൽ 50ഓളം തിയേറ്ററുകളിലാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിൽ നടന്ന ഉദ്ഘാടന പ്രദർശനത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച റിയാസ് സിദ്ദിഖും റോഷ്നി മധുവും എത്തിയിരുന്നു. നല്ല പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കട്ടപ്പനയിൽ ഇത്രയും സ്നേഹം കിട്ടിയതിന് വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ കാണണം. ഞങ്ങൾ പുതുമുഖങ്ങളാണ്, അപ്പം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. വളരെ സന്തോഷം. കട്ടപ്പനയിൽ ഈ സിനിമ ഒരുപാട് പേര് കണ്ടതിൽ വളരെ സന്തോഷമാണ്. നല്ല അഭിപ്രായമാണ്. എല്ലാ സെന്ററിലും ഈ പടം ഒരുപാട് പേര് കാണുന്നുണ്ട്. എല്ലാവരും എനിക്ക് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ഈ സിനിമ എല്ലാവരും കാണണം. നല്ല പാട്ടുകളുണ്ട്. ഒരു കുടുംബ ചിത്രമാണ്. ഇതൊരു എന്താ പറയുക, പ്രേക്ഷകരുടെ മനസ്സിനെ നനയ്ക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവരും കാണണം. ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യങ്ങളെ കോർത്തിണക്കി നിർമ്മിച്ച ഒരു കഥ പറയും നേരം എന്ന ചിത്രം കണ്ടവർ മികച്ച അഭിപ്രായമാണ് നൽകുന്നത്. ഈ സിനിമ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തത് നമ്മുടെ കട്ടപ്പനയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പനയിലുള്ള എല്ലാ ആൾക്കാരും ഈ സിനിമ വന്ന് കാണണം. കാരണം ഒരു നല്ല കഥയാണ്. നല്ല കഥയെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഫാമിലി സബ്ജക്റ്റ് ഒരു കഥ പറയും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പല ആൾക്കാരുടെ കഥകൾ നമ്മൾ പറയുന്നു. അപ്പോൾ സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കാര്യങ്ങളും ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഒരു രണ്ടാം അച്ഛൻ വരുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടെ ആയി തീരുന്നത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മധുസൂദനൻ മാവേലിക്കരയും റിയാസ് സിദ്ദിഖും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ സിനിമ നെഞ്ചോട് ചേർക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കേരളമൊട്ടാകെ ഇത് റിലീസായിട്ടുണ്ട്. എല്ലാവരും ഇത് കാണാൻ ഇടയാകട്ടെ എന്നും ഇത് കണ്ട് ഇതിന്റെ തീം മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥ കാര്യമൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു കുഞ്ഞിക്കൂരൻ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ദിലീപ് അഭിനയിച്ച ആ സിനിമ കഴിഞ്ഞ് ഒരു വികലാംഗനായിട്ടും പൊട്ടനായിട്ടും അഭിനയിച്ച റിയാദ് ഇതിന്റെ സംവിധായകൻ തന്നെ അഭിനയിച്ച് ഇത് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് നല്ല കഴിവ് കൊടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടർ TC ദേവസ്യ, സൗബർണിക സജീവ്, പമീലിയ ബിനോയി, പ്രതാപൻ തൂക്കുപാലം തുടങ്ങിയ ഇടുക്കിയിലെ നിരവധി കലാകാരന്മാരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വേനൽ മഴ അധികം പെയ്യാത്തതിനാൽ ഇത്തവണ കാന്തല്ലൂരിലെ പ്ലം കൃഷിക്ക് മെച്ചപ്പെട്ട വിളവ്. ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിപണിയായതിനാൽ മോശമല്ലാത്ത വിലയും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ പ്ലം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരേയൊരിടം കാന്തല്ലൂരിലെ ഗ്രാമങ്ങളാണ്. ഗുഹനാഥപുരം, പെരുമല, പുത്തൂർ, കീഴാന്തൂർ ഗ്രാമങ്ങളിലാണ് പ്ലം കൃഷി കൂടുതലായുള്ളത്. പൂവിടുന്ന സമയത്ത് മഴ പെയ്താൽ വിളവ് കുറയും. ഇത്തവണ വേനൽ മഴ പെയ്തില്ല. ആവശ്യത്തിന് തണുപ്പുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുണം കിട്ടിയത് പ്ലം കൃഷിക്കാണ്. പൂവെല്ലാം കായായി. മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ വിളവ് കിട്ടി. സാധാരണ മെയ് തുടങ്ങുമ്പോഴാണ് പ്ലം പാകമാകുന്നത്. ഇത്തവണ ജൂൺ ആദ്യമാണ് വിളവെടുപ്പ് തുടങ്ങിയത്. ഏറ്റവും സ്വാദേറിയ വിക്ടോറിയ പ്ലമ്മാണ് കാന്തല്ലൂരിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രമേ പ്ലം പഴങ്ങൾ ഉണ്ടാവുകയുള്ളൂ. 1 കിലോയ്ക്ക് 150 രൂപയാണ് കർഷകന് ഇപ്പോൾ ലഭിക്കുന്നത്. 10 മുതൽ 15 അടി വരെ ഉയരത്തിൽ വളരുന്ന മരത്തിൽ നിന്ന് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ 50 മുതൽ 70 കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കും. 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെയാണ് ഓരോ പ്ലം പഴങ്ങളുടെയും ശരാശരി തൂക്കം. കേരളത്തിൽ പ്ലം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരേയൊരിടം കാന്തല്ലൂരിലെ ഗ്രാമങ്ങളാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാർ മേഖലയിൽ സർക്കാർ ഭൂമിക്ക് വ്യാജ പട്ടയം നൽകിയ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൽ സത്യസന്ധനായ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തണമെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വിനോദസഞ്ചാരത്തിന് മങ്ങലേൽപ്പിച്ച് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്തിന്റെ നവീകരണത്തിൽ മാറ്റം. 3.5 കോടി രൂപ മുടക്കി പാലത്തിന് ഇരുവശവും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ച് നവീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കിഫ്ബിയുടെ അനുമതി കിട്ടാത്തതിനാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം 1.5 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കാൻ. നെടുങ്കണ്ടം പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ പരിചരണത്തിലുണ്ടായ വീഴ്ചയിൽ വിദ്യാർത്ഥിക്ക് സർജറി ചെയ്യേണ്ടി വന്നതായി പരാതി. ചികിത്സാ പിഴവിൽ സർജറി വേണ്ടി വന്നത് കല്ലാർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായ സന്യാസിയോട് സ്വദേശി പുത്തൻ പീടികയിൽ അബ്ദുൾ മുജീബിന്. 2018 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളോട് അനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിൽ പ്രവേശിക്കാനെത്തിയ മനീതി വനിതാ സംഘത്തെ കട്ടപ്പനയിൽ തടഞ്ഞ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. കട്ടപ്പന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത് BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, ജയകുമാർ, SG മനോജ് തുടങ്ങിയവരെ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.